സാർ ഈ ഉത്സവങ്ങളിലൊക്കെ നേരത്തെ മുന്നേ ഈ CPM അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗീതം അതായത് പാട്ട് ആലപിച്ചു എന്നുള്ളതിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ വന്നിരുന്നു. അതിന് പിന്നെ RSSന്റെ ഗണഗീതങ്ങൾ പല ക്ഷേത്രങ്ങളിലും ആലപിച്ചിരുന്നു. അതും ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് പറഞ്ഞ ഒരു സാഹചര്യമാണ്. ഇപ്പൊ ഈ കോട്ടുക്കൽ ക്ഷേത്ര ഉപദേശക സമിതിയാണ് ഇത്തരത്തിൽ ഒരു ഗണഗീതം ആലപിക്കാൻ അവസരം കൊടുത്തു എന്നുള്ള രീതിയിൽ ഉപദേശക സമിതിയെ തന്നെ ദേവസ്വം ബോർഡ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗീതം അല്ലെ അവരുടെ പാർട്ടി ഗാനം പോലെ തന്നെയാണോ RSSന്റെ ഗണഗീതം? മനസ്സിലാവുന്നില്ല. ഗണഗീതം എന്താണെന്ന് മനസ്സിലാവാത്തതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഗണഗീതം എന്ന് പറഞ്ഞാൽ സംഘഗാനമെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സംഘമായിട്ടൊരു സംഘം ആൾക്കാർ പാടുന്നു. ഏതെങ്കിലും മതത്തിനെ വെറുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിദ്വേഷം പടർത്തുന്ന ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തെ അവഹേളിക്കുന്ന ഒന്നും അതിനകത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ഇല്ലാത്ത ഒന്നാണ് ഈ ഗണഗീതം എന്ന് പറയുന്നത്. ആ പാട്ടിങ്ങനെയാണ്: നമസ്കരിപ്പു ഭാരതമങ്ങേ സ്മരണയാം നമ്രം, നമസ്കരിപ്പു കേശവ ഭാരത ഭാഗ്യവിധാതാവേ. നമ്മുടെ ജനഗണ മനയിലുമൊക്കെ ഉള്ളതാണ് ഭാരത ഭാഗ്യവിധാതാവേ എന്നുള്ളത്. വന്ദേ മാതരം, അവിടെ വന്ദേ ഭാരതത്തിനെ അമ്മയായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ ബഹുമാനിച്ചുകൊണ്ടും ഒക്കെയുള്ള നിർദോഷമായൊരു പാട്ട് മാത്രമാണത്. ആ ഇന്ത്യയോടുള്ള ദേശീയ സ്നേഹം, ദേശത്തിനോടുള്ള കൂറ്, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത്. ആർക്കും എതിരായിട്ടൊന്നും പറയുന്നില്ലെന്നുള്ളതാണ്. ആ ഗണഗീതം ഒരു ക്ഷേത്രത്തിലാണ് പാടിയിരിക്കുന്നത്, അല്ല ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലല്ല, ക്ലിഫ് ഹൗസിലുമല്ല, രാജ്ഭവനിലുമല്ല, അങ്ങനെ ഒരു ഔദ്യോഗിക സ്ഥാപനത്തിലല്ല. പിന്നെ ഹിന്ദുക്കളുടെ ഈ പാട്ട്, ഹിന്ദുക്കളുടെ ഈ ഗണഗീതം എവിടെയാണ് പിന്നെ പാടേണ്ടത്? മസ്ജിദിനുള്ളിൽ പോയി പാടാൻ പറ്റുമോ? മൈക്ക് വെച്ചിട്ട് അവിടെ വാങ്ക് വിളിക്കുന്ന പോലെ ഉച്ചത്തിൽ ഇത് വിളിക്കാൻ പറ്റും? അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പാർട്ടി RSS എന്ന് പറയുന്ന സംഘടന ഇപ്പൊ CPM പോലെ തന്നെയാണോ RSS എന്ന് പറഞ്ഞ സംഘടന? അവർക്ക് മാത്രം എന്തിനാണ് ഇത്തരത്തിലുള്ള അവരുടെ ഗണഗീതം മാത്രം എന്തിനാണ് ഉത്സവങ്ങളിൽ പാടുന്നത്? അങ്ങനെയാണെങ്കിൽ ആരുടെയും വേണം. പക്ഷെ നമുക്കറിയാം RSSന്റെ ശാഖയൊക്കെ കൂടുതലും ക്ഷേത്രങ്ങളിൽ തന്നെയാണ് അവര് സംഘടിപ്പിക്കുന്നത്. നിരോധിച്ചു, CPM നിരോധിച്ചു, ശാഖാപ്രവർത്തനം. അപ്പം ശരിക്കും RSS ഉന്നയിക്കുന്നത് ഹിന്ദുത്വപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ? മാത്രമല്ല അവരുടെ ആശയങ്ങൾ, ഒരു പ്രസ്ഥാനം നിലകൊള്ളുന്നത് ഒരു ഹിന്ദുവിന് വേണ്ടി അല്ലെ ഓരോ ഹിന്ദുവിനും വേണ്ടിയിട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ അതൊരു ഹിന്ദു സംഘടന തന്നെയാണ്. തീർച്ചയായിട്ടും ഹിന്ദു എന്നുള്ളതിൻ്റെ സങ്കല്പം തന്നെ RSS ഉൾക്കൊണ്ടിരിക്കുന്നത് ജാതിയോ മതമോ ഏതെങ്കിലും പ്രാദേശികതയോ ഇല്ലാത്ത ഒരു സംഘടനയായിട്ട്. ഭാരത സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പേര് ഹിന്ദു എന്ന് തന്നെയാണ്. പണ്ടേ അങ്ങനെ തന്നെയായിരുന്നു. ഹിന്ദു മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നിരിക്കുന്നത് മറ്റു മതങ്ങളാണ്. ഈ മറ്റു മതങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അത് ഹിന്ദു ആകുന്നില്ല. ഈ സൈന്ധവ ദേശത്ത് സിന്ധു നദി അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ ഉണ്ടായിട്ടുള്ള ആ സംസ്കാരം, അതിൽ പങ്കുചേരുന്നവരെല്ലാം തീർച്ചയായിട്ടും ഹിന്ദുക്കൾ തന്നെയാണ്. ഒരു പ്രത്യേക മതം എന്നുള്ള രീതിയിലുള്ള ചട്ടക്കൂടുകളൊന്നും ഇല്ലാത്ത, എല്ലാത്തിനെയും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന, മറ്റു മതങ്ങളെ വെറുക്കാത്ത, എല്ലാ മതങ്ങളും ഒരേ കടലിലേക്ക് ചേരുന്ന പുഴകളാണ് എന്ന് വിശ്വസിക്കുന്ന, ഞങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആരെയും അടിച്ചേൽപ്പിക്കാത്ത. അപ്പോൾ ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ കൃഷ്ണൻ, യോഗേശ്വരനായ കൃഷ്ണൻ എന്താ പറയുന്നത്? ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങളിതെല്ലാം വേണ്ട വിധം ആലോചിച്ചിട്ട് നിങ്ങൾക്ക് യുക്തിയായിട്ട് തോന്നുന്ന കാര്യം ചെയ്യുക എന്ന് മാത്രമാണ് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടിച്ചേൽപ്പിക്കലോ, സെമിറ്റിക് മതങ്ങളെ പോലെ ഇത് തന്നെ പാലിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ബഹിഷ്കൃതരാക്കും, നിങ്ങൾക്കെതിരെ ജിഹാദ് പ്രഖ്യാപിക്കും, അങ്ങനെയുള്ള യാതൊരു ഭീഷണിയും ഇല്ലാത്ത ഒന്നാണ് ഹൈന്ദവ സംസ്കാരം. അങ്ങനെയുള്ളതാണ്. ആ സംസ്കാരം ഉൾക്കൊള്ളാൻ കഴിയാത്ത ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രശ്നമാണ്. CPMനാൽ നിയുക്തമായിട്ടുള്ളൊരു ബോർഡിന് അങ്ങനെ വിശാലമായിട്ട് ചിന്തിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നമാണ്. ഇത് മതത്തിൻ്റെയാണ്, മതവിരുദ്ധരാണവർ, വിശ്വാസവിരുദ്ധരാണ് CPM. അതാണ് അങ്ങനെ ഒരു സംഘടന, അങ്ങനെ ഒരു ഗവൺമെൻറ് കയ്യിൽ ഈ ഭരണം ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ഭരണഘടന സ്വരൂപിച്ച ആൾക്കാർ, ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെ ആരും വിചാരിച്ച് കാണത്തില്ല CPM എന്ന് പറയുന്ന ഒരു സംഘടന ഇങ്ങനെ ഭരണത്തിൽ വരികയും അവിടെ ഇതൊരു വൈരുദ്ധ്യമാവുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡ് പോലുള്ള സംഘടനകൾ ഭരിക്കാനും ഗവൺമെൻറ്റിന് നേരിട്ട് അധികാരം കൊടുക്കുകയല്ല, അതിനുള്ള അവകാശം കൊടുത്തത്. ഗവൺമെൻറ്റുകൾക്ക് ഇങ്ങനെയുള്ള മത ബോർഡുകളെ ഭരിക്കാനുള്ള അവകാശം, അവർക്ക് വേണ്ടി ഒരു ബോർഡും
ഒക്കെ ഭരണഘടന അനുസരിച്ച് തന്നെ നിലവിൽ വന്നിരുന്നത്. അല്ലെങ്കിൽ ഇത് ഭരണഘടനാ വിരുദ്ധമായി ഇനിയും ആകേണ്ടതാണ്. കാരണം ഹിന്ദുക്കളുടെ ഒരു മതപരമായിട്ടുള്ള ഒരു സംഘടനയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭരിക്കേണ്ടത് ഹിന്ദു സംഘടനകളാണ്, ഗവൺമെന്റ് അല്ല. ഇതിനകത്ത് തന്നെ പറഞ്ഞ സാമുദായിക സംഘടനയുടെ കൊടിതോരണങ്ങൾ നാട്ടിയതിലും അതായത് സമിതിക്കെതിരെ ഗുരുതര വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തി ബോർഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സാമുദായിക എന്ന് പറഞ്ഞാൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട സംഘടനയുടെ കൊടിതോരണം. അപ്പൊ ഹിന്ദു സമുദായത്തിൽപ്പെട്ട സംഘടനയുടെ കൊടിതോരണങ്ങൾ ക്ഷേത്രത്തിലല്ലാതെ അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്തല്ലാതെ മുസ്ലിം പള്ളിയിലോ അല്ലെങ്കിൽ AKG സെന്ററിലോ നാട്ടാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞ ശാഖകളുടെ അവരുടെ ഈ വ്യായാമങ്ങളുണ്ടല്ലോ, വ്യായാമ മുറകൾ ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഗ്രൗണ്ട് അതിനായിട്ട് ഉപയോഗിക്കുന്നത് പാടില്ല. ശരി, അങ്ങനെ ദേവസ്വം ബോർഡിന് അവിടം വരെ അധികാരമാണ്. പക്ഷേ ഈ ഉത്സവം നടത്തുക എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ ചേർത്തുന്ന ഒന്നാണ്. അതിൻ്റെ പണമൊന്നും ദേവസ്വം ബോർഡ് കൊടുക്കുന്നതല്ല, നാട്ടുകാർ പിരിവെടുക്കുക. ആ പിരിവെടുക്കാൻ വേണ്ടിയുള്ള എന്നതാണ് ഈ ഉപദേശക സമിതി തീരുമാനങ്ങൾ എടുക്കുന്നതും അതുപോലെ ഉത്സവ കമ്മിറ്റി ഇവർ ചേർന്നായി നടത്തുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയാണ് വേണ്ടത് വേണ്ടാത്തത് എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള എഡിറ്റോറിയൽ അവകാശമുള്ള അവർക്കാണ്. ദേവസ്വം ബോർഡ് അതിന് പണം കൊടുക്കുന്നില്ല, തീർച്ചയായിട്ടും അവർക്ക് അതിന് സ്വാതന്ത്ര്യമില്ല. അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളുടെ ഉത്സവം 10 ദിവസം ഗംഭീരമായിട്ട് നടത്തട്ടെ. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനം. നാട്ടുകാർ പിടിച്ചു കൊടുക്കുന്ന പൈസയാണ്. ഈവൻ ഇവരുടെ റെസിപ്റ്റിന് പോലും 10, 10,000, 20,000, 30,000 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടാണ് റെസിപ്റ്റ് വാങ്ങിക്കുന്നത്. അതിന്റെ ഇതും ഇവർ തന്നെയാണ് പിരിച്ചെടുക്കുന്നതിൽ എടുക്കുന്നത്. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനമല്ല, മറിച്ച് ഇത് ജനാധിപത്യപരമായിട്ടൊരു തീരുമാനമാണ് അമ്പലങ്ങളിൽ എടുക്കുന്നത്. ഉപദേശക സമിതി കൂടിയിട്ട് നാട്ടുകാരും കൂടി ചേർന്നുകൊണ്ട് എടുക്കുന്ന തീരുമാനമാണ്. ഉത്സവ കമ്മിറ്റി അങ്ങനെയാണ്, നാട്ടുകാരിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നോമിനേഷൻ അല്ല, ഇപ്പോഴും ആളുകൾ നിർദ്ദേശിക്കുന്ന ആൾക്കാരെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം എടുക്കുന്നതാണ്. ദേവസ്വം ബോർഡ് പോലെ പാർട്ടി അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും വെച്ചു നീട്ടുന്ന ഒരു പോസ്റ്റല്ല ഇവിടെയുള്ളത്. ജനാധിപത്യപരമായ ഒരു നാടിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒക്കെ എന്താണോ അത് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ചുറ്റുമുള്ള ദേശം എന്നാണ് അതിന് പറയുന്നത്, ആ ദേശത്തുള്ള ആൾക്കാർ എന്താഗ്രഹിക്കുന്നു അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ്. ഇതിനകത്ത് എന്തെങ്കിലും നിയമലംഘന പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനോ ആഭ്യന്തര വകുപ്പിനോ ഇടപെടാം. അപ്പോൾ ഇവിടെ ഏത് പതാക വെക്കാം, ഈ കാര്യങ്ങളൊക്കെ തീരും. ഇതാ വടക്കൊരു ക്ഷേത്രത്തിൽ പച്ച പെയിൻ്റ് അടിച്ചിട്ട് ചെയ്യുന്നത് കണ്ടു. ആ പച്ച പെയിൻ്റ് അല്ല ക്ഷേത്രങ്ങളിലുള്ള പെയിൻ്റ് എന്ന് പറഞ്ഞാൽ കാവി പെയിൻ്റാണ്. കാവി എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ പതാകയിലുള്ള ഒന്നാണ്. ഇതിനോടൊക്കെ ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരില്ലാൻ തുടങ്ങിയാൽ നമ്മുടെ രാജ്യം ഇവിടെ പോയി നിൽക്കും. മാത്രമല്ല ഇപ്പോൾ ഗവർണർ, നമ്മുടെ കേരള ഗവർണർ തന്നെ പറഞ്ഞു ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടുന്നത് ഭക്തരാണ്, ദേവസ്വം ബോർഡ് അല്ല എന്നുള്ളത് നല്ലൊരു താക്കീതാണ് നൽകിയിരിക്കുന്നത്. കാരണം ദേവസ്വം ബോർഡിന്റെ ഭരണത്തിൽ കീഴിലുള്ള ഒരു ഗവൺമെന്റ് അധിഷ്ഠിതമായിട്ടുള്ള ക്ഷേത്രങ്ങളായിട്ട് മാറിയിരിക്കുന്നു. പേരുന്ന അതിൽ ഭരിക്കുന്ന പാർട്ടിയുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായിട്ട് ഹിന്ദു സമുദായങ്ങൾ പോകണം, അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ പോകണം എന്നുള്ള ഒരു ചട്ടക്കൂടിലേക്ക് ഒരു മതവിഭാഗത്തെ മാത്രം ഇത്തരത്തിൽ മാറ്റുന്നത് എന്തുകൊണ്ടാണ്? എന്നാൽ പിന്നെ ഇവർ എന്തുകൊണ്ട് ഈ ദേവസ്വം ബോർഡിനെ പോലുള്ള അത്തരം ബോർഡുകൾ എന്തുകൊണ്ട് മുസ്ലിം വിഭാഗങ്ങളിലും ക്രിസ്ത്യൻ വിഭാഗങ്ങളിലും വിരിപ്പെടുന്നില്ല? അതാണ് ഒരു വിവേചനത്തിൻ്റെ പ്രശ്നമാണ്. മറ്റ് സ്ഥലങ്ങളിൽ ഇത് പ്രീണിപ്പിക്കലായിട്ട് വരും. ഗവൺമെൻറ് കൈക്കൊള്ളുന്ന നടപടികൾ മറ്റു മതങ്ങളുടെ കാര്യത്തിൽ പ്രീണിപ്പിക്കലും, ഹിന്ദുക്കൾ വരുമ്പോൾ അതിലൊരു വിവേചനവുമാണ് കാലാകാലങ്ങളായിട്ട് സഹിച്ചു പോരുന്നതാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡുകൾ എന്ന് പറയുന്നത് നിർത്തലാക്കുക എന്നുള്ളതാണ്. ക്ഷേത്രങ്ങളുടെ ഭരണം തദ്ദേശീയമായിട്ടുള്ള ഭക്തജനങ്ങൾ അവർ തന്നെ നിർവഹിക്കണം. നമ്മുടെ കൺമുമ്പിലുണ്ട് ആറ്റുകാൽ ദേവി ക്ഷേത്രം. അതെ, മനോഹരമായിട്ടാണ് ട്രസ്റ്റുകളെ ഏൽപ്പിക്കണം. പൊങ്കാല നടത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പൊങ്കാലയാണ്. എന്ത് മനോഹരമായിട്ടാണ് നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ട്രസ്റ്റാണ് നടത്തുന്നത്. അവിടെ സ്വർണ്ണമൊക്കെ മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അത് വെറും ഉടായിപ്പാണെന്ന് തെളിഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ ഓരോ ട്രസ്റ്റിനെ ഏൽപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ദേശീയമായിട്ട് തന്നെ നാട്ടുകാരുടെ ക്ഷേത്രങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. തിരുപ്പതി, തിരുമല ദേവസ്ഥാനം, അതുപോലെ തന്നെ അങ്ങനെ കുറെ ക്ഷേത്രങ്ങളുണ്ട്. എന്ത് നല്ല രീതിയിലാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഇപ്പൊ ഉത്സവ കമ്മിറ്റികളെ കൊണ്ട് ഇപ്പൊ ഉപദേശ കമ്മിറ്റികളെ പോലെ ഇത്തരം കമ്മിറ്റികൾ ഈ ഭക്തരുടെ കൈകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, നാട്ടുകാരുടെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു അഴിമതി നടക്കുവാണെങ്കിൽ അത് ആ നാട്ടുകാർ തന്നെ ചോദ്യം ചെയ്യും. അവിടെ ഒരു അഴിമതിക്ക് ഇടം കൊടുക്കത്തില്ല. ഇപ്പൊ പ്രസിഡന്റ്, സെക്രട്ടറി ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങൾ തീരുമാനിച്ച് ഒരു ക്ഷേത്രത്തിന് ഇപ്പൊ ഈ പറഞ്ഞ ട്രസ്റ്റായിട്ട് രൂപീകരിച്ച് അതിനകത്ത് ഒരു അഴിമതി നടക്കത്തില്ല. കാരണം ചോദ്യം ചെയ്യാൻ ആൾക്കാരുണ്ട്, 100 ആൾക്കാർ. ആ നാട്ടിലെ
എല്ലാ വിഭാഗം ജനങ്ങളും അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ഇത്തരം ദേവസ്വം ബോർഡിന്റെ കൈകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഉത്സവം നടത്തണമെന്നോ, എൻ്റെ ക്ഷേത്രത്തിന്റെ കാര്യം തന്നെ ഞാൻ പറയും സാർ, എത്രയോ പ്രാചീനമായിട്ടുള്ളൊരു ക്ഷേത്രമാണെന്ന് അറിയുമ്പോൾ ദേവസ്വം ബോർഡ് യാതൊരുവിധ കാര്യങ്ങളും ആ ഒരു ക്ഷേത്രത്തിന് വേണ്ടി നടത്തിയിട്ട് ഇപ്പോഴും പഴയതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരാണ് അവിടുത്തെ ഓഡിറ്റോറിയമാണെങ്കിലും പല കാര്യങ്ങളും നിർമ്മിക്കുന്നത്. ഉത്സവത്തിന് പോലും ഇവർക്ക് ഇത്തരത്തിൽ റെസിപ്റ്റിന് പോലും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് വേണം നിൽക്കാൻ. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഈ ഉത്സവ സമയത്ത് നിറയിടുന്ന നിറപറയൊക്കെ ഇത് ചെയ്യും. അതേപോലെ അങ്ങനെയുള്ള ചില ആചാരങ്ങളുണ്ടല്ലോ. ആ നെല്ലുകളൊക്കെ എന്ന് വെച്ചാൽ ദേവന് കൊടുക്കുന്നത് ശിഷ്ടഭാഗമുള്ള വീണ്ടും വീണ്ടും ഇടുന്ന നെല്ലാണ്. ഇങ്ങനെ അതായത് നമ്മൾ പുതുനെല്ലുകൾ കൊടുക്കണമെന്ന് പറയും. പക്ഷെ അതിന് പകരം വീണ്ടും വീണ്ടും ഇവർ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ പോലും ഒരു പിശുക്ക് വരുത്തുകയാണ് ഈ ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. പല കാര്യങ്ങളും ഇത്തരത്തിൽ അവരുടേതായ രീതിയിലുള്ള ഈ ചടങ്ങുകൾ, ആചാരങ്ങൾ ഇത് അവരുടെ രീതികളിലേക്ക് ആക്കി മാറ്റും. അവിടെ ചോദ്യം ചെയ്യാൻ നടക്കുന്നില്ല. പക്ഷെ മറ്റേതാണെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ സാറ് പ്രതിപക്ഷം ഉണ്ടാവും. ജനാധിപത്യപരമല്ല ദേവസ്വം ബോർഡ്. വാസ്തവത്തിൽ അത് വേണ്ടത് ഈ പറഞ്ഞ ദേശീയ അടിസ്ഥാനത്തിലുള്ള ട്രസ്റ്റാണ്. പ്രത്യയശാസ്ത്രത്തിൽ അടിസ്ഥാനമല്ല ഈ ക്ഷേത്രങ്ങൾ. വിശ്വാസമാണ് അതിൻ്റെ അധിഷ്ഠാനവും അടിസ്ഥാനവും. അപ്പോൾ ആ രീതിയിലുള്ള ഇപ്പം കേന്ദ്രത്തിലെ മോദി ഗവൺമെൻറ്റിന് അതിൻ്റെ ഇച്ഛാശക്തിയോടുകൂടി അത്തരത്തിലുള്ളൊരു രൂപപരിണാമം നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഭരണത്തിന് വരുത്തേണ്ടതാണ്. അങ്ങനെ ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ പിടിയിൽ നിന്നും അതുപോലെ ബ്യൂറോക്രസിയുടെ പിടിയിൽ നിന്നും ക്ഷേത്രങ്ങളെ മോചിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ സംഭവിക്കുന്നത് ശബരിമല മോഡൽ അരവണയായിരിക്കും അതിൻ്റെ ഫലമായിട്ടുണ്ടാവുക. അഴിമതിയുടെ അരവണ. അത്തരം അരവണകളല്ല നമ്മുടെ ഭക്തർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അത് ശുദ്ധവുമായിട്ടുള്ള അതുപോലെ തന്നെ അരവണ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി, ഭക്തിയുടെ ആ സ്വാദ് അനുഭവിക്കാൻ വേണ്ടി, നിർവൃതി അനുഭവിക്കാൻ വേണ്ടിയും തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് വേണ്ടത്. അവിടെ ഗവൺമെൻറ്റുകളുടെ കെട്ടുപാടുകൾ അവിടെ ഒരു അശ്ലീലമാണ്.